തന്നെ ഒരുത്തനും ഭരിക്കാൻ വരേണ്ട എന്ന് കട്ടായം പറയുകയാണ് മന്ത്രി ഗണേഷ് കുമാർ. ഗണേഷ് കടുപ്പിക്കുമ്പോൾ ഉദ്യോഗസ്ഥരും കയറി മൂക്കുന്നു. ഗതാഗത വകുപ്പിൽ കൂട്ടത്തല്ലിന് വഴിയൊരുങ്ങുന്നു. ഇത് കണ്ടു രസിക്കുകയാണ് സർക്കാരും CPM-ഉം യൂണിയൻ നേതാക്കളും. അടി മൂക്കട്ടെ എന്നാണ് ഇവരും പറയുന്നത്. അവർക്കാവശ്യം ഗണേഷിന്റെ കൊമ്പൊടിക്കുക എന്നതാണ്. പത്തിമടക്കി ഗണേഷ് താഴെ വരുമ്പോൾ കാണാനിരിക്കുകയാണ് യൂണിയൻ നേതാക്കൾ. റിയാസിന് ഗണേഷ് ഷോ അവസാനിച്ചു കാണണം. ആന്റണി രാജു ആകട്ടെ പുതിയ മന്ത്രിയുടെ പതനം കാണാൻ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയുമായി നടക്കുന്നു. ഈ മത്സരങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നത് കുറെ നല്ല ജീവനക്കാരുടെ പ്രതീക്ഷയാണ്. ഗണേഷ് കുമാർ കയറി മികച്ച പ്രവർത്തനം തുടങ്ങിയതോടെ KSRTCയിലെ ഒരു കൂട്ടം ജീവനക്കാർ ജീവിതം രക്ഷപ്പെടുമെന്ന ആവേശത്തിലായിരുന്നു. എന്നാൽ ഇവരുടെയൊക്കെ കൂട്ടത്തല്ല് തുടങ്ങിയതോടെ ആ പാവങ്ങൾ നിരാശരാണ്. ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ പരസ്യമായി ശകാരിച്ച സംഭവങ്ങളുടെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ കയ്യടിയും വിമർശനവും ധാരാളം നേടിയിട്ടുണ്ട്. സ്വന്തം വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും മന്ത്രി ഗണേഷ് അത്ര നല്ല ബന്ധത്തിലല്ല. അതുകൊണ്ട് തന്നെയാണ് ബിജു പ്രഭാകർ വകുപ്പൊഴിഞ്ഞു പോയതെന്ന സംസാരം ഇപ്പോഴുമുണ്ട്. കൂടാതെ ഗതാഗത വകുപ്പ് കമ്മീഷണറുമായും ഗണേഷ് ഉടക്കിൽ തന്നെയാണ്. ശ്രീജിത്തുമായുള്ള തർക്കം ഒരു ഘട്ടത്തിൽ കയ്യാങ്കളിയുടെ വക്കിലെത്തുകയും ചെയ്തു. ഇതിനു പിന്നാലെ മന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിൽ കീരിയും പാമ്പും പോലെയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോഴിതാ 79 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി ഗതാഗത കമ്മീഷണർ പുറപ്പെടുവിച്ച ഉത്തരവ് വെട്ടി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ചെക്ക് പോസ്റ്റുകളിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ മുതൽ ഓഫീസ് അസിസ്റ്റന്റ് വരെയുള്ള 79 പേരെ സ്ഥലം മാറ്റി ശനിയാഴ്ച കമ്മീഷണർ S. ശ്രീജിത്ത് ഇറക്കിയ ഉത്തരവാണ് തിങ്കളാഴ്ച മരവിപ്പിച്ചത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോജ് ശങ്കർ എല്ലാ RTOമാർക്കും കമ്മീഷണറുടെ ഉത്തരവ് മരവിപ്പിച്ച നിർദ്ദേശം വാട്സാപ്പ് വഴി നൽകിയിട്ടുണ്ട്. അഴിമതി തടയുക എന്ന ലക്ഷ്യമിട്ട് 3 മാസം കൂടുമ്പോൾ ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും. ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതി തയ്യാറാക്കുന്ന പട്ടിക ഗതാഗത കമ്മീഷണർ ഉത്തരവായി ഇറക്കുന്നതാണ് രീതി. ഗണേഷ് കുമാറും ശ്രീജിത്തും തമ്മിൽ പരസ്യ വാക്കുതർക്കമുണ്ടായ ശേഷം കമ്മീഷണറുടെ ആദ്യ സ്ഥലം മാറ്റ ഉത്തരവാണിത്. എല്ലാ സേവനങ്ങളും ഓൺലൈനിലായതിനാൽ ചെക്ക് പോസ്റ്റുകൾ പാടില്ലെന്ന കേന്ദ്ര നിർദ്ദേശം പാലിക്കാതെയാണ് കേരളത്തിൽ അവ അഴിമതി കേന്ദ്രങ്ങളായി തുടരുന്നത്. ചെക്ക് പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളിലേക്ക് പുനർവിന്യാസം നടത്തുമെന്ന തീരുമാനവും നടപ്പായില്ല. നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണർ S. ശ്രീജിത്തിനെ മന്ത്രി KB ഗണേഷ് കുമാർ പരസ്യമായി ശകാരിച്ചതോടെയാണ് ഇരുവരും തമ്മിൽ അകന്നത്. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗത്തിലായിരുന്നു സംഭവം. ഏപ്രിലിൽ സെന്ററുകൾ തുടങ്ങണമെന്ന കേന്ദ്ര നിർദ്ദേശം സംസ്ഥാന സർക്കാർ ഉത്തരവായി ഇറങ്ങാത്തതാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. വിശദീകരിക്കാൻ കമ്മീഷണർ ശ്രമിച്ചുവെങ്കിലും മന്ത്രി അനുവദിച്ചില്ല, കേൾക്കാനും നിന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ പങ്കാളിത്തത്തോടെയോ തുടങ്ങാമെന്നാണ് വ്യവസ്ഥ. മന്ത്രിയുടെ വിമർശനത്തിന് ഇതിനുശേഷം ശ്രീജിത്തിന് മറുപടി പറയാനുള്ള അനുമതി മന്ത്രി നൽകിയതുമില്ല. ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയപ്പോഴും ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ മന്ത്രി ശകാരിക്കാൻ മുതിർന്നപ്പോഴായിരുന്നു സംഭവം. ഗതാഗത കമ്മീഷണർ അതേ ഭാഷയിൽ തിരിച്ചു പ്രതികരിക്കുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാക്കുതർക്കം 5 മിനിറ്റോളം നീണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പ്രതിഷേധിച്ച് മന്ത്രിയുടെ മേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ.